പി കെ നവാസ്, ഇപ്പോൾ LDF-ലെ രണ്ട് പ്രധാന കക്ഷികളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ ഭിന്നത അതിനോട് പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് സ്വാഗതം എന്നൊക്കെ CP-യോട് ആവശ്യപ്പെടുന്നുണ്ട്, വരാൻ പറയുന്നുണ്ട്. പക്ഷേ LDF-ൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും, ഞങ്ങളുടേത് ഇടത് നിലപാടാണ്, UDF എന്നൊരു ആലോചനയിലേക്ക് പോയിട്ടില്ല CPI എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ LDF മുന്നണിയിൽ വന്നിരിക്കുന്ന ഈ ഭിന്നിപ്പിനെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? ഇതിൽ CP എടുത്തിരിക്കുന്ന നിലപാടിനൊപ്പമാണ് നിങ്ങളെന്നറിയാം. പക്ഷേ എങ്ങനെയൊക്കെയാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നതെന്ന് അറിയാത്തവരല്ല മുസ്ലിം ലീഗും. അപ്പോൾ ഇതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, ഇന്നത്തെ ചർച്ചകളും അതിനുശേഷമുള്ള പ്രതികരണങ്ങളെയും? പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭിന്നതയുടെ തോതളക്കുക എന്നതല്ല ഏറ്റവും പ്രധാനമായി ഞങ്ങളിതിൽ കാണുന്നത്. ആ ഭിന്നത പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പോലീസിംഗ് വിഷയത്തിൽ CPIക്കുണ്ടായിരുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. അവസാനം CPIന് കീഴടങ്ങി കൊടുക്കുന്നതും നമ്മൾ കണ്ടു. സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് CPI എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ പിണറായി വിജയനെ നടപ്പിലാക്കി CPI കീഴടങ്ങി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദവും നമുക്കറിയാം. അതിൽ CPI എടുത്ത നിലപാട് ഇതുപോലെ കേരളം മൊത്തം ചർച്ച ചെയ്താണ് അവസാനം ആത്യന്തികമായി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടിലേക്ക് CPI എത്തിക്കുന്നത്. അതുകൊണ്ട് CPIയും CPIയും തമ്മിലുള്ള ഈ തർക്കം എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ ഈ നിലപാട് എവിടെയാണ് സന്ധി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചോ അല്ല നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ സ്മൃതി ഒരു ചോദ്യം CPIഎമ്മിന്റെ പ്രതിനിധി ശ്രീ ജയിക്കിനോട് ചോദിച്ചു. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ജയിക്ക് മറുപടി പറഞ്ഞ് ആരംഭിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിലെ മാലോകര് മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യമാണ് സ്മൃതി ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് PMC നടപ്പിലാക്കിയത് SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്തൊരു ലോജിക്കില്ലാത്ത ഉത്തരവാണെന്ന് നോക്കൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് ജയിക്ക് അതിന് ഉത്തരം പറഞ്ഞു തീർത്തു. കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മുഖ്യമന്ത്രി CPIയുടെ സംസ്ഥാന സെക്രട്ടറി 1 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം. തൊട്ടടുത്തിരിക്കുന്ന ASFന്റെ പ്രതിനിധികൾ SFIക്കാരൻ മുണ്ട് മടക്കി കുത്തിയാൽ പിന്നെ അതിനകത്തിട്ട ചുവന്ന കളസം കാണും, അതുകൊണ്ട് മുണ്ട് കഴിച്ചിടണം എന്നുവരെ പറഞ്ഞിട്ടൊരു വിഷയത്തിൽ ജയിക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ റദ്ദ് ചെയ്യാണ്. ഇത് SSA ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ജനങ്ങൾ നിങ്ങൾ ഈ പറയുന്ന PM ശ്രീ ഒപ്പിട്ടാലേ SSA ഫണ്ട് തരികയുള്ളൂ സാധ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയാം. PMC എന്ന് പറയുന്ന പദ്ധതി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പദ്ധതിയാണല്ലോ. ആ പദ്ധതി ഒപ്പിട്ടാൽ SSA ഫണ്ട് മാത്രം തരുള്ളൂ എന്ന് മാത്രമല്ല പറഞ്ഞത്, NEP അംഗീകരിക്കണം എന്ന് കൂടെ പറഞ്ഞല്ലോ. അത് രണ്ടും പൊളിറ്റിക്കലായ കണ്ടീഷനുകളാണ്. അത് രാജ്യത്തിനകത്ത് ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് അത്തരം കണ്ടീഷനുകൾ വെക്കാൻ പാടില്ല. അങ്ങനെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരി, ഞങ്ങൾ NEP അംഗീകരിക്കാം, നിങ്ങൾ ആ പണം തരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാണോ വേണ്ടത്? അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണ്ടേ? കേരള ജനത ഒന്നാകെയല്ലേ സംഘപരിവാറിനെതിരെ നമ്മൾ നാളിതുവരെ ഫൈറ്റ് ചെയ്തത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് നടന്ന സമരവേദികൾ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അവിടെ ഫൈറ്റ് ഉണ്ടാകണ്ടേ? ഈ പൊളിറ്റിക്കൽ കണ്ടീഷനെ ഒറ്റടിക്ക് അംഗീകരിച്ച് പോരാണോ ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത്? അതല്ലല്ലോ ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈറ്റാണ്? ഇന്ദ്രനും ചന്ദ്രനും വന്നാൽ പോലും തടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക്, ഊരിപ്പിടിച്ച വാളിന് നടുക്കിലൂടെ നടന്നു പോകാൻ ധൈര്യമുണ്ട് എന്ന് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ NEP നിങ്ങൾക്ക് നടപ്പിലാക്കിക്കോ, എന്നാൽ SSA ഫണ്ട് തരാം എന്ന് പറയുമ്പോൾ അതിങ്ങ് വാങ്ങിപ്പോരാണോ ഈ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇതുപോലെ സാഹചര്യം ഉണ്ടായല്ലോ. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ലീഗൽ ഫൈറ്റ് നടന്നു. ലീഗൽ ഫൈറ്റ് നടന്ന ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 2000 കോടി അടുത്ത് രൂപ ലീഗൽ ഫൈറ്റിലൂടെ നേടിയെടുക്കുന്നിടത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ബിനോയ് വിശ്വം തന്നെ പറഞ്ഞത് എന്താണ്? ലീഗൽ അഡ്വൈസ് നേടാൻ വേണ്ടി പോയ സംഘത്തെ പിൻവലിച്ചത് പോലും എന്തിനാണ് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം എന്ന് പറയുന്നിടത്തുണ്ടായില്ലേ? അപ്പൊ ലീഗൽ അഡ്വൈസ് പോലും എടുത്തിട്ടില്ല. ലീഗൽ ഫൈറ്റ് പോട്ടെ, ഇതിൽ ലീഗൽ അഡ്വൈസ് പോലും എടുക്കാൻ വേണ്ടി പോയ വിദ്യാഭ്യാസ വകുപ്പിലെ സംഘത്തെ പോലും തിരിച്ചു വിളിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ജയിക്ക് പറയുന്നത് SSA ഫണ്ട് 2000 കോടി അല്ലെങ്കിൽ 1500 കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക്, ഇവിടുത്തെ പിന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല ജയിക്ക്. നിങ്ങൾ എന്താണ് ഇത്ര നിസ്സാരമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര ദുർബലമാണോ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഈ മറുപടികൾ എന്ന് പറയുന്നത്? ഇത്ര ദുർബലമായിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് ഇവിടുത്തെ CPI നേതാക്കന്മാർക്ക് മറുപടി ഉണ്ടായിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി 1 മണിക്കൂർ പറഞ്ഞിട്ടും CPI സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. മന്ത്രിസഭാ അംഗങ്ങളെ പരസ്പരം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കട്ടെ, ഇനി നിങ്ങൾ ഈ നയമാറ്റം ഉണ്ടായി, നയമാറ്റം 100% തെറ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് നയമാറ്റത്തെ കുറിച്ചല്ല, കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നയമാറ്റം നിങ്ങൾ ഉണ്ടാക്കി. അതിന് ഞാൻ പറയട്ടെ, ഇനിയിപ്പോ അങ്ങനെ നയമാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യം എന്താ സ്മൃതി? ഒന്ന്, കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ,
കേരളത്തിലെ ജനങ്ങൾ ഇത് ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട, CPM-ന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണ ബോഡി എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് ആണല്ലോ. പാർട്ടി കോൺഗ്രസിലെ തീരുമാനത്തിന് വിഭിന്നമായ ഒരു മുഖ്യമന്ത്രി എടുക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് അറിയുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലാകുന്നു. ദേശീയ സെക്രട്ടറിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല എന്ന് മാധ്യമങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് മറുപടി ബോധ്യപ്പെടുന്നു. മന്ത്രിസഭാ അംഗങ്ങൾക്ക് അത് അറിയുന്നില്ല, LDF-ന്റെ കൺവീനർ അത് അറിയുന്നില്ല. SFIയുടെ ദേശീയ സമ്മേളനം ഞങ്ങളുടെ കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇതേ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ പല്ലും നഖവും എതിർക്കുമെന്നാണ്. SFIക്കാരൻ ആഹാ നല്ല ഡയലോഗ് എന്നുള്ളതൊക്കെ BGM ഇട്ട് ആഘോഷിച്ച ഡയലോഗാണ് ഇത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇതിന് ധാരണയായിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ ജയിക്ക് ഈ പറഞ്ഞ പ്രതിസന്ധിയാണോ ഗവൺമെന്റ് നേരിട്ട പ്രതിസന്ധി? അത് മലയാളിയോട് പറയാൻ, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിനോട് പറയാൻ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോട് പറയാൻ, നിങ്ങളുടെ മന്ത്രിസഭാംഗങ്ങളോട് പറയാൻ, കേരളത്തിലെ വോട്ടർമാരോട് പറയാൻ, UDF-നോട് പറയാൻ, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകണ്ടേ? അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട വേദികൾ ഇവിടെ ഇല്ലേ? അത് ചർച്ച ചെയ്യാതെ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് സ്വകാര്യമായി ചെന്ന് ഒപ്പിട്ടിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങളിത് ചെയ്തതാണ് എന്നാണോ പറയേണ്ടത്? ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം അത് പറയുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു ഘട്ടം. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയണ്ടേ? നിയമപരമായി എന്ത് റിസൾട്ട് ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ പോരാട്ടം നയിക്കണ്ടേ? അതിന് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ പോകണ്ടേ? നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ഞെരുക്കുകയാണെന്നും സംസ്ഥാനങ്ങളിൽ അവർ അജണ്ടകളെ കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അവരെ എതിർക്കുന്ന എല്ലാവരെയും അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ രാജ്യത്തുണ്ടല്ലോ. NRC CAA അതിന് ഉദാഹരണമായിരുന്നില്ലേ? നമ്മൾ നിയമപോരാട്ടമല്ലേ അതിനെ നടത്തിയത്? സഭയിൽ നമ്മൾ അതിന് പ്രമേയ പാസാക്കിയല്ലേ നമ്മൾ മുന്നോട്ട് പോയത്? അതുപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? കേരളത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടുത്തെ UDF-ഉം LDF-ഉം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് സഭയിൽ ചർച്ച ചെയ്ത് നമ്മൾ നിയമപരമായ പോരാട്ടങ്ങൾക്ക് നടത്തും. അത് ഗവൺമെന്റ് നടത്തണമെങ്കിൽ ഗവൺമെന്റ്, പൊതു സമൂഹം നടത്തണമെങ്കിൽ സമൂഹം, ഏതെങ്കിലും സമുദായം നടത്തണമെങ്കിൽ സമുദായം, അങ്ങനെ നടത്തിയ എക്സ്പീരിയൻസ് അല്ലേ ഈ ഇവിടുത്തെ സംഘപരിവാർ സർക്കാരുകളോട് നമ്മൾ പ്രതികരിച്ചത്? അങ്ങനെയല്ലേ? അല്ലാതെ ഇത് ഒപ്പിടേണ്ടി വന്ന സാഹചര്യം ഞങ്ങൾക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ദുർബലമായ ഒരു വാദമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഇപ്പോ ജയിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ NCERT സിലബസിൽ ബദൽ പുസ്തകങ്ങൾ കൊടുത്തു, ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PM ഉഷ നടപ്പിലാക്കിയിട്ട് ഇതുവരെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വന്നില്ലല്ലോ. NEP-യുടെ പൂർണ്ണത ഈ ഗവൺമെന്റ് തന്നെ പറയുന്നത് 2030 2030 കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി രാജ്യത്ത് നടപ്പിലാക്കുക എന്നവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ അനുവദിച്ചു എന്ന് കരുതി അത് എല്ലാ കാലവും നമുക്ക് സാധ്യമാവില്ല. ഇപ്പൊ നമുക്കറിയാലോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവിടുത്തെ സിലബസുകളിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഈ ഗവൺമെന്റ് നിർദ്ദേശമാണല്ലോ, സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശമാണല്ലോ. PM ഉഷ ഒപ്പുവെക്കുമ്പോൾ ഇതേ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, PM ഉഷ ഒപ്പുവെക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും. അത് നടപ്പിലാക്കേണ്ടി വന്നു കേരളത്തിന് 2 വർഷം മുമ്പേ തന്നെ. എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ജയിക്ക് നേരത്തെ പറഞ്ഞ വാചകത്തെ അതിന് പിന്തുണച്ചു. അതേ വാക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇതാ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും നടന്നില്ലല്ലോ എന്നാണ്. നടക്കുന്നുണ്ട് ജയിക്ക്, മെല്ലെ മെല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ IKS എന്ന് പറയുന്ന സിലബസ് കൊണ്ടുവരുന്നത് പോലെ ഈ രാജ്യത്ത് ഈ സിലബസുകളിലേക്ക് അവർ കടന്നുകയറ്റം നടത്തുന്നു. അവർ 1 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നല്ല പറഞ്ഞത്, 2 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നല്ല പറഞ്ഞത്, 2030 അജണ്ട പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആ അജണ്ട പൂർത്തീകരിക്കാൻ വാതിൽ തുറന്നു കൊടുക്കുന്നിടത്തേക്ക് CPM-ന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ മലയാളി അറിയാതെ, പാർട്ടി സെക്രട്ടറി അറിയാതെ, സംഘടന മന്ത്രിസഭാ അംഗങ്ങൾ അറിയാതെ അവസരം കൊടുത്തു എന്ന ഗുരുതരമായ തെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.